ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. മൂഡ് നോക്കിക്കൊണ്ടിരുന്ന രാവിലത്തേക്ക് ചായ പരിപാടിക്കൊന്നും ആവില്ല എന്ന് വിചാരിച്ച് ഞാൻ വേഗം അടുക്കളയിട്ട് വന്നിട്ടുണ്ടേ. ഇന്ന് രാവിലത്തേക്ക് ചായക്ക് ഭൂരിയും പരിപ്പും ആക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടാട്ടോ ഞാൻ മൈദപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഇന്ന് ഭൂരി ഉണ്ടാക്കുന്നത്. മൈദപ്പൊടി തീർന്ന കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോഴത്തേക്കും ചായ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഭൂരിക്കുള്ള ചൂടുവെള്ളവും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പച്ചവെള്ളം ഉപയോഗിക്കാറില്ല കേട്ടോ, ചൂടുവെള്ളം യൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ഭൂരി കിട്ടും കേട്ടോ. ഭൂരി മാത്രമല്ല, ചപ്പാത്തിക്കാണെങ്കിലും എന്തിനാണെങ്കിലും ചൂടുകളോട് ഞാൻ ഉപയോഗിക്കാറുള്ള കേട്ടോ. പിന്നെ പരിപ്പിനുള്ള മസാലയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഭൂരിക്ക് ഉണ്ട വിടുന്നുണ്ടേ. അപ്പോഴത്തേക്കും ചായ വേറൊരു ഗ്ലാസ്സിലോട്ട് പകർത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയ ഗ്ലാസ്സിലിരിക്കണ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ പരിപ്പ് ഇവിടെ സെറ്റായപ്പോഴത്തേക്കും ഞാൻ പാത്രങ്ങളൊക്കെ ഓരോന്നായി കഴുകി വെച്ചിട്ട് തിന്നപ്പുറവും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവൊക്കെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഡെയിലി അങ്ങനെ തുടച്ചിടുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു ബിസ്ക്കറ്റും ചായയും കുടിക്കാമെന്നാണ് വിചാരിച്ചത്. ഇക്കാക്ക് എണീറ്റുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വിശപ്പ് സഹിക്കാണ്ടായപ്പോൾ ഞാൻ പൂരിയും പരിപ്പ് കൊടുത്ത് കഴിച്ചിട്ടോ. ഇക്കാക്ക് വരുമ്പോൾ ഇക്കാക്ക് ഇനി വിളമ്പി കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കും. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട്.